Prepwise മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായിട്ട് നമ്മൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചൂസ് ചെയ്യുന്നത്? അത് റാങ്കിന്റെ അടിസ്ഥാനത്തിലാണോ, അല്ലെ ദൂരത്തിന്റെ അടിസ്ഥാനത്തിലാണോ, അതല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കോഴ്സിന്റെ അവൈലബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണോ, ഇനി ഇതും അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ മറ്ററിയുന്ന ആളുകളോ അവിടെ പഠിച്ചതുകൊണ്ട് ഞാനും അത് ചൂസ് ചെയ്യുന്നു എന്നതാണോ? ഇതിൽ ഏതാണെങ്കിലും നമ്മളൊരു കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും മനസ്സിലാക്കുകയല്ല, അതിന്റെ ഒരു ബ്രോഡർ പിക്ചർ കിട്ടിയതിന് ശേഷം ചൂസ് ചെയ്യുന്നതും അതെല്ലാത്തതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ ഒരു ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പിന്നെ അതേപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റി, അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ഇത് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതും പിന്നെ ഒരു പാർലമെന്റ് ആക്ട് പ്രകാരമാണ് ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ചില ബോഡീസ് ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, AICTE എന്നൊക്കെ പറയുന്നത്. പിന്നെ അക്രഡിറ്റേഷനും കോർഡിനേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ബോഡികൾ നിലവിലുണ്ട്. പക്ഷേ റീസെന്റ് ഉള്ള ഡിസ്കഷൻസ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു സിംഗിൾ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്റർ വരികയും ബാക്കിയുള്ള എല്ലാ ബോഡീസും റീപ്ലേസ് ചെയ്യപ്പെടുന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ആക്ട് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആക്ട് 2009 എന്ന് പറയുന്നത്. ഇത് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള 12 ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഇതുവരെ CUCET കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിലവിലുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 54 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ ഡിസ്ട്രിബ്യൂഷൻസിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഗോവ ഒഴിച്ചുള്ള എല്ലാ സ്റ്റേറ്റ്സിലും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉള്ളത് ഡൽഹിയിലും അതോടൊപ്പം തന്നെ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി ഇവിടങ്ങളിലൊക്കെ ഇതിന്റെ ക്യാമ്പസസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഡീറ്റെയിൽഡ് മാപ്പിംഗിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഈ മാപ്പിലും ടേബിളിലും കാണുന്നത് പോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തും ഇപ്പൊ നോർത്ത്, നോർത്ത് ഈസ്റ്റ്, സെൻട്രൽ അല്ലെ വെസ്റ്റേൺ ഇന്ത്യ അല്ലെ സദേൺ ഇന്ത്യ എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ട്, ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റിലൂടെ മൊത്തത്തിൽ കടന്നു പോകുമെങ്കിലും നമ്മളുടെ ഒരു പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് UG പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിരിക്കും. ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രൊപ്പോർഷനിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നോർത്തേൺ പാർട്ടിൽ 20 യൂണിവേഴ്സിറ്റീസും പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ 11 യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യയിൽ ഒരു 12 യൂണിവേഴ്സിറ്റീസ്, സദേൺ ഇന്ത്യയിൽ ഒരു 11 യൂണിവേഴ്സിറ്റീസ്. ഈ രീതിയിലാണ് വരുന്നത്. നോർത്തിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 7 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഏറ്റവും കൂടുതൽ നമ്പർ വരുന്നത് ഡൽഹിയിലാണ്. അപ്പൊ ഇതിൽ നമ്മൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, പിന്നെ ജാമിയ മില്ലിയ, അതോടൊപ്പം തന്നെ JNU. 12th ഗ്രേഡിൽ ആർട്സ്, സയൻസ്, കൊമേഴ്സ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഏകദേശം 90 മേലെ കോളേജസ് വരുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ നോർത്ത്, സൗത്ത് ക്യാമ്പസസ് ആയിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് കോഴ്സുകൾക്കുള്ള UG പ്രോഗ്രാമുകൾ ഈ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. സിമിലർലി JNUയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഫോറിൻ ലാംഗ്വേജസിലാണ് UG കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു മേജർ ഫോക്കസ് JNUയിൽ വരുന്നത് മാസ്റ്റേഴ്സും PhD പ്രോഗ്രാംസും ആണ്. ജാമിയ മില്ലിയയിൽ ഒരുപാട് UG പ്രോഗ്രാംസ് അക്രോസ് ആർട്സ്, കൊമേഴ്സ്, സയൻസ് ഡിസിപ്ലിനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്ടിലൂടെ വന്നതാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ആണ്. ഡിഫറെന്റ് കൺട്രീസിന്റെ കൊളാബറേഷനിലൂടെയും മറ്റുമാണ് ഇത് നടത്തി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ 4-year ഡിഗ്രി, BA, BS എന്നീ പ്രോഗ്രാമുകളും പിന്നെ മേജർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിസർച്ചിലാണ്. മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്ക് വരുമ്പോൾ കശ്മീരിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കശ്മീരിൽ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. പിന്നീട് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഡൽഹി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് UPയിലാണ്. അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇപ്പൊ UPയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 2 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്ന് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഈ 2 യൂണിവേഴ്സിറ്റീസും ഇന്ത്യയിലെ ഓൾഡസ്റ്റ് അല്ലെങ്കിൽ വലിയ ട്രഡീഷൻസ് അല്ലെങ്കിൽ ലെഗസി പറയാനുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അതോടൊപ്പം ആർട്സ്, സയൻസ്, കൊമേഴ്സ് ഫീൽഡിലുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഈ 2 യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നു. ഡൽഹിയും UPയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഉള്ളത് ബീഹാറിലാണ്. അതേപോലെ സെൻട്രൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഛത്തീസ്ഗഡിൽ 1, അതേപോലെ മധ്യപ്രദേശിൽ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. സെൻട്രൽ ഇന്ത്യ എന്നുള്ളത് ഒരു ലൂസ്ലി ഡിഫൈൻഡ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഈ ഏരിയയിലാണ് ബീഹാറിൻ്റെത് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടാണ് ബീഹാറിനെ
പറയപ്പെടുന്നത്. വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ ഓരോ സ്റ്റേറ്റ്സിലും ഓരോ യൂണിവേഴ്സിറ്റികൾ വീതമുണ്ട്. ഇപ്പോൾ ഗുജറാത്ത്, അതുപോലെ മഹാരാഷ്ട്ര. പിന്നെ ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ജാർഖണ്ഡ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ഓരോന്നിലും ഓരോ യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. ഒരു യൂണിയൻ ടെറിട്ടറി അടക്കം 6 സ്റ്റേറ്റുകളിലായി 11 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് സൗത്ത് ഇന്ത്യയിലുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ആദ്യമായി കേരളത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിൽ നമുക്ക് ആകെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണുള്ളത്. കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, CUK എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ തന്നെ പഠിക്കണം, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് CUK. പിന്നെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ സ്റ്റേറ്റ് മാറുന്നു എന്നല്ലാതെ വലിയ ഡിസ്റ്റൻസ് വരുന്നില്ല. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പുതുച്ചേരിയിൽ വരുന്നത്. പിന്നെ ആന്ധ്രാപ്രദേശിൽ 3 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ മറ്റ് 2 സ്റ്റേറ്റുകളാണ് പിന്നെ തമിഴ്നാടും തെലങ്കാനയും. അപ്പൊ അതിൽ കൂടിയായിട്ട് 5 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. തമിഴ്നാട്ടിൽ 2 തെലങ്കാനയിൽ 3 അതിൽ തെലങ്കാനയിൽ പ്രത്യേകിച്ച് 3 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്ന് പിന്നെ ലാംഗ്വേജസിന്, ഫോറിൻ ലാംഗ്വേജസിന് വളരെ പേര് കേട്ടിട്ടുള്ള ഇഫ്ലു. രണ്ടാമത്തത് ഒരുപാടധികം ഇന്റഗ്രേറ്റഡ് UG പ്രോഗ്രാം മുതൽ PG PhD പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അതോടൊപ്പം തന്നെ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി. വളരെ വൈവിധ്യങ്ങളുള്ള നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ടോട്ടൽ 11 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. അപ്പൊ അതിൽ ആസാമിൽ 2, അതുപോലെ അരുണാചൽ, സിക്കിം, ത്രിപുര ഇവിടങ്ങളിൽ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് വരുന്നത്. നോർത്ത് ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉള്ളത് മണിപ്പൂരിലാണ്, 3. പിന്നെ അതേപോലെ മിസോറാം, മേഘാലയ, നാഗാലാൻഡ് ഇവിടങ്ങളിലൊക്കെ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോ 54 യൂണിവേഴ്സിറ്റികളിലൂടെയുമുള്ള ഒരു ഓട്ടപ്രദക്ഷിണാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും മറ്റും സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ തന്നെ ചില യൂണിവേഴ്സിറ്റീസിന് നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റി, പിന്നെ സ്പെസിഫിക് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ എമിനൻസ് ഇതുപോലെയുള്ള സ്റ്റേറ്റസ് ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരും. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഈ 54 സെൻട്രൽ യൂണിവേഴ്സിറ്റീസും കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത് കൊണ്ടും അതിന്റെ ഫണ്ടിങ്, പിന്നെ മൊത്തത്തിലുള്ള കോർഡിനേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് എല്ലാത്തിനും ഒരു പൊതു സ്വഭാവം ഉണ്ടായിരിക്കും. പിന്നെ പുതുതായി വന്നിട്ടുള്ള ക്യാമ്പസുകൾ, പിന്നെ ഓൾഡ് അല്ലെങ്കിൽ ഒരു ലെഗസി പറയുന്ന ക്യാമ്പസുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഡിഫറൻസസും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ആർട്സ്, സയൻസ്, കൊമേഴ്സ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ബെസ്റ്റ് കോളേജസ് ഇൻ ഇന്ത്യ എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട കോളേജസ് ഒക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. ഇപ്പോൾ ഹിന്ദു കോളേജ്, സെന്റ് സ്റ്റീഫൻ, ഹാൻസ്ട്രാച്ച്, പിന്നെ SRCC, LSR, മിറാണ്ട ഹൗസ് എന്നൊക്കെ പറയുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളും ക്യാമ്പസ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ക്യാമ്പസ് കോച്ച് എന്നുള്ള ഒരു പ്രോഗ്രാം പ്രെപ്വൈസ് യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി യൂണിവേഴ്സിറ്റീസും കോളേജസും ഉണ്ട്. അപ്പൊ അതിലുള്ള കുറച്ച് എണ്ണം, ലൈക്ക് ഇപ്പോൾ ഡൽഹിയിലുള്ളത് നമ്മൾ ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് സംസാരിപ്പിച്ച് JNU, ജാമിയ മില്ലിയ പോലെയുള്ളത്. അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, പിന്നെ കേരളത്തിലുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോ കൂടി പ്രെപ്വൈസിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും അതിന്റെ ഏതൊക്കെ സ്ഥലങ്ങളിൽ വരുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഈ എൻട്രൻസിലൂടെ ഇതിൽ ലഭിക്കുന്ന സ്കോറിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഈ സമയം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പ്രെപ്വൈസിന്റെ മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ കണ്ട് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ CUCETുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ, അപ്ലിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ഈ പ്രെപ്വൈസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്.